UAE-യിലെ ഏറ്റവും വലിയ ഈന്തപ്പനത്തോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ 1300 ഏക്കർ വിശാലമായി ഇടതൂർന്ന് കിടക്കുന്ന വലിയ തോട്ടം. കണ്ടിട്ടില്ല എന്നാണ് ഉത്തരമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇന്ന് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ്. പെരുന്നാൾ നൽകുന്ന വലിയ സന്ദേശം സൗഹൃദത്തിൻ്റേതാണ്. സൗഹൃദം പൂർണ്ണമാകുന്നത് പഴയകാല സുഹൃത്തുക്കളെ ചെന്ന് കണ്ട് ബന്ധം പുതുക്കുമ്പോഴാണ്. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും അൽ ഐനിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അവിടെ ഞങ്ങളുടെ പല സുഹൃത്തുക്കളുമുണ്ട്. ഹാഫിൽ റിയാസ് ലത്തീഫിയുടെ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞങ്ങളുടെ ഈ യാത്ര. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഇതുവരെ വന്നത് എമിറേറ്റ് ഹൈവേയിലൂടെയാണ്, E11 റോഡിലൂടെ. ഇനി നമ്മൾ അൽ ഐൻ ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്ക് തെറ്റുകയാണ്. അതിന് ആദ്യം വലത് സൈഡെടുത്ത് ഓവർ ബ്രിഡ്ജിനടിയിലൂടെ ഇടത്തേക്ക് നീങ്ങുകയാണ് ചെയ്യേണ്ടത്. റിയാസ് ഉസ്താദും ഞാനുമായുള്ള ബന്ധം, സൗഹൃദം 2002 മുതൽ ഉള്ളതാണ്. അഥവാ ഹിഫ്ള് പഠനകാലം തൊട്ടേ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഉമ്മുൽ ഖുവൈനിൽ നിന്ന് 200-ലധികം കിലോമീറ്ററുകൾ ഓടി വേണം അൽ ഐനിലെത്താൻ. അൽ ഐൻ ഒയാസിസ് എന്ന് ലൊക്കേഷനിൽ അടിച്ചാൽ നിങ്ങൾക്കും ആ തോട്ടത്തിൽ എത്താവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ അൽ ഐനിൻ്റെ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അബുദാബി എമിറേറ്റിൻ്റെ ഭാഗം തന്നെയാണ് അൽ ഐൻ. തോട്ടത്തിൻ്റെ മെയിൻ കവാടത്തിലൂടെ അല്ല ഞങ്ങൾ തോട്ടത്തിലേക്ക് കയറുന്നത്. തോട്ടത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഞങ്ങളുടെ സുഹൃത്തായ ഷാഫി ഉസ്താദിൻ്റെ പള്ളിയോട് ചേർന്നുള്ള കവാടത്തിലൂടെയാണ്. ഇതാണ് ഷാഫി ഉസ്താദ്. മുമ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നോളജ് സിറ്റിയുടെ മെയിൻ കവാടത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഉസ്താദിൻ്റെ വീടുള്ളത്, കൈതപ്പൊഴിയിൽ. ഈ കാറിൻ്റെ ബോണറ്റുമേൽ സൂക്ഷിച്ചു നോക്കിയാൽ കുറേ ചിളക്കം കാണാം. അല്ല, ശരിക്കും കാണുന്നുണ്ട്. ഇത് ഐസ് മഴ പെയ്തിട്ട് വണ്ടിൻ്റെ ഈ ഇരുമ്പുള്ള ബോഡി ചളങ്ങി കിടക്കുക. അത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് കേൾക്കണേ. എല്ലാ ബോഡിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ചിലക്കം. അല്ല, അപ്പൊ ഗ്ലാസ് പൊട്ടിയില്ല. പക്ഷെ ഇരുമ്പ് ചളങ്ങിയാ പറഞ്ഞാൽ ആദ്യമായിട്ട്. അല്ല, ഈ ഗ്ലാസ് അതിൻ്റെ മുമ്പ് പൊട്ടണ്ടല്ലേ. ഷാഫി ഉസ്താദിന് എന്നും ധാരാളം അതിഥികൾ ഉണ്ടാകാറുണ്ട്. ഈ തോട്ടം കാണാൻ വരുന്നവരും മറ്റുമായിട്ട്. അതിൽപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഈ കടന്നു വരുന്നത്.
ലൈനിലെ തോട്ടാസ്വാദനത്തിലാണ്. ഒന്നും പറയാല്ല. വാട്ട് എ മൂമെന്റ്. റിയാസ് ലൈനിലെ തോട്ടം സന്ദർശിക്കുകയാണ്. ആയിരത്തി 300 ഏക്കർ ഉള്ള തോട്ടാണിത്. യുനെസ്കോൻ്റെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ തോട്ടാണ്. വേൾഡ് തലത്തിൽ ശ്രദ്ധ നേടിയ തോട്ടാണ്. ഇവര് രണ്ടാളും തീരുണ്ടോ? അങ്ങനെ നിന്നോ, ആളെ പിടിച്ചിരുന്നോ? കുട്ടീൻ്റെ മേത്ത് കിടക്കണ്ട. പോലെ ഈ തോട്ടത്തിലെ ഓരോ എന്താണ് മരത്തിൻ്റെ അടുത്തുകൂടെയും തോട്ടത്തിൻ്റെ ഓരോ ഇടയിലൂടെയും തോട് ഒഴുകുന്നുണ്ട്. ആ തോടിൻ്റെ പ്രത്യേകത നല്ല ശുദ്ധമായ വെള്ളം, കുടിവെള്ളമാണ്. ഉപ്പുരുചി ഇല്ലാത്ത കുടിവെള്ളം ഈ 1300 ഏക്കർ തോട്ടത്തിലൂടെയും ഒഴുകുന്നുണ്ട്. അതൊരു അത്ഭുതമാണ്. പരിധിയില്ല അത് ഏത് ചൂടുകാലത്തും ഏത് തണുപ്പ് കാലത്തും ഒരുപോലെ അതെ ഒഴുകും. കെട്ടിക്കിടക്കല്ല, ഒഴുകുകയാണ്. ചെറിയൊരു ചൂടുണ്ടല്ലേ വെള്ളത്തിന്? ചെറിയ ചൂടുണ്ട്. അത് നല്ലൊരു അത് എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. തണുപ്പ് സമയത്ത് അതിന്റെ വലിയ വലിയ ആളുകൾക്ക് അറിയാമായിരിക്കും. പക്ഷെ അതിന്റെ ഉറവിടം ഇവിടെ വർഷങ്ങളോളം ജോലി ചെയ്ത ഇപ്പൊ ഷാഫിസ്ഥാന് അറിയില്ല. അപ്പോൾ മൂപ്പർക്ക് ബാക്കിയുള്ള ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ അത്രക്കും എന്താണ് നിഗൂഢമായ ഒരു തോടാണ്. മാത്രമല്ല ശുദ്ധവെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണമെങ്കിൽ കുറഞ്ഞ വെള്ളം എന്നല്ല ഉള്ളത്, വലിയൊരു പൈപ്പിലൂടെ ഓടുന്ന മാത്രം വെള്ളം, ഒരു തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളമാണ്. അപ്പോൾ അത് ഒരട്ടം വന്ന വെള്ളമല്ല പിന്നെ വരുന്നത്, ഇങ്ങനെ നിരന്തരം പുതിയ വെള്ളം. നിൽക്കാത്ത ഒഴുക്കുള്ള ഒരു വെള്ളം. അതെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു വേനൽക്കാലം വറ്റിപ്പോവും. ഇവിടുത്തെ കാലകാലത്ത് ഉണ്ടാവുന്ന പറയുന്നത്. ഇതുപോലത്തെ വഴികൾ പല വഴിക്കും ഇങ്ങനെ വഴികളുണ്ട്. അങ്ങനെ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന തോട്ടത്തിന്റെ ഒരു ഭാഗം നമുക്ക് കാണാം. ടൂറിസ്റ്റുകൾ ഈ തോട്ടത്തിന്റെ മറ്റൊരു ചെരിവിൽ ഒരു പ്രധാന അത്ഭുതകരമായ ഒരു കാഴ്ചയുണ്ട്. അഥവാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവികളിൽ ഒരാളായിരുന്ന കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത് ഈ തോട്ടത്തിനോട് ചാരി ഉള്ള ഒരു ഖബർസ്ഥാനിലാണ്. നിങ്ങൾക്ക് ലൊക്കേഷനിൽ നോക്കിയാൽ അവിടെ പ്രത്യേകം കാണിക്കുന്നത് തന്നെ കാണാം. സ്വഹാബിയു റസൂലുള്ളാഹി, നബി തങ്ങളുടെ സ്വഹാബിയായ കഅബ് ഇബ്നു സുഹൈർ എന്നവരുടെ ഖബർ എന്ന്. അതുകൊണ്ട് തന്നെ വലിയ പ്രമുഖരായ ആളുകളൊക്കെ ആ ഖബർ സ്ഥാൻ അവരെ മറവു ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നാട്ടിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ തോട്ടത്തിനോ തോടിനോ ഒരു പ്രസക്തിയും തോന്നിയേക്കില്ല. പക്ഷേ ഒരു മരുഭൂമിയായ നാട്ടിൽ വെള്ളം, അതും ഉപ്പ് രുചിയുള്ള വെള്ളം ലഭിക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെയൊരു തോടും തോട്ടവും, അത് അത്ഭുതം തന്നെയാണ്. തോട് കാണണമെങ്കിൽ തോട്ടത്തിലേക്ക് ഇറങ്ങണമെങ്കിലും ചിലയിടങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി, ഉപയോഗത്തിന് വേണ്ടി നടപ്പാതയിൽ അവർ ഇങ്ങനെ സംവിധാനിച്ചിട്ടുണ്ട്. വുളു എടുക്കാനും മറ്റും കഴിയുന്ന രൂപത്തിൽ. ഫലജുദ്ദാഊദി എന്ന് എഴുതി വച്ചതായി കാണാം. ഫലജ് എന്ന് പറഞ്ഞാൽ തോട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല മനോഹരമായ കല്ലുകളെ കൊണ്ട് സംവിധാനിച്ച ഒരു വുളു എടുക്കാനൊക്കെ പറ്റിയ ഒരു ഇടം. ഈ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. ഷാഫി ഉസ്താദിൻ്റെ പള്ളിൻ്റെ മുമ്പിലൂടെ പോകുന്ന ഇതേപോലത്തെ തോട്ടിൽ ഞങ്ങൾ
റിയാസ് ഉസ്താദും മക്കളൊക്കെ കുളിക്കുകയൊക്കെ ചെയ്തു. നല്ല ഒഴുക്കുണ്ട്, ചെറിയൊരു ചൂടുവെള്ളവുമാണ്. ആ തണുപ്പ് ഫീൽ ചെയ്യില്ല. തോടിനെ കുറിച്ചുള്ള ഒരു അല്പ വിവരണമാണ് ഇവിടെ ഈ കാണുന്നത്. സിസ്റ്റം ഇത് ഈ വെള്ളത്തിന്റെ ഇതാ അല്ലല്ലേ? ഇത് ഇവിടുത്തെ മാപ്പ് അല്ലേ? ഈ റൗണ്ട് തോട്ടത്തിന്റെ നടുവിലുള്ള വേറൊരു പള്ളിയാണിത്. വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാം. സലാം. ഈ കാണുന്ന തോട്ടിലൂടെ സന്ദർഭത്തിനനുസരിച്ച് വെള്ളം വിട്ടുകൊടുക്കുള്ളൂ. എല്ലാ നേരത്തും കൂടെ വിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തോട്ടത്തിലെ കൃഷികൾ ചീഞ്ഞ് നശിക്കുക വിചാരിച്ച് സന്ദർഭത്തിനനുസരിച്ച് വിട്ടുകൊടുക്കാനുള്ള തടയണയാണ് വെച്ചിട്ടുള്ളത്. ഒരു ദിവസം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 ദിവസത്തിലൊക്കെ ആയിട്ട് വിട്ടെടുക്കുന്നതാണ്. തോട്ടം മൊത്തം സന്ദർശിക്കാൻ കഴിയൂല, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളൊക്കെ കാണാനേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. തോട്ടത്തിൽ വെറും ഈത്തപ്പഴം മാത്രമല്ല, പല ഫലങ്ങൾ പഴങ്ങളുടെയൊക്കെ മരങ്ങളുണ്ട്. മാങ്ങ, ചെറുനാരങ്ങ ഒക്കെ ധാരാളം ഇവിടെ ഉണ്ട്. കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈത്തപ്പഴ മരങ്ങളാണ് കണ്ടോ വെട്ടിക്കൊടുത്ത്. ഇത് പുതിയതായി വെട്ടിക്കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇൻ്റർനാഷണൽ റെക്കോർഡുള്ള ഒരു തോട്ടമാണ് ഇപ്പോൾ നമ്മൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. UAE-യിലുള്ളവർക്ക് എപ്പോഴും സന്ദർശിക്കാൻ വരാം. ഇവിടെ ധാരാളം വിസിറ്റേഴ്സ് വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ എത്രയോ ആളുകൾ നമ്മൾ കണ്ട്. അൽ ഐനിലെ 1300 ഏക്കറുള്ള തോട്ടം. ഇത് അൽ ഐൻ ടൗണിൻ്റെ ഭാഗത്ത് തന്നെയാണ്, ഇത് മലയിലോ ഒന്നുമല്ല. തോട്ടം ഭയങ്കര ഇരുട്ട് മൂടിക്കിടക്കുകയാണ്. കാരണം അത്രക്കും മരങ്ങളും ഇലകളും ഉള്ള കൃത്യമായൊരു തോട്ടാണ്. വെറുതെ എന്തൊക്കെ കുഴിച്ചിട്ടാണ്ട് തോട്ടാക്കിയല്ല, അത് കൃത്യമായി വളരുന്ന മരങ്ങളും ചെടികളുമാണുള്ളത്. ഖസർ ഷെയ്ഖ് സായിദ് അൽ ഖദീം, ഷെയ്ഖ് സായിദിൻ്റെ ഓൾഡ് പാലസ് ഇവിടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. വാഴ തോട്ടത്തിൻ്റെ മനോഹാരിതയും വശ്വഭംഗിയും ഒരു വീഡിയോയിലോ 2 വീഡിയോയിലോ ഒതുക്കിയാൽ തീരുന്നതല്ല.
അതിനു മാത്രം വിശാലമായ തോട്ടമാണ്. അത് പോയി കാണുക തന്നെ വേണം. UAE-യിലുള്ളവർ അവർ ഒഴിവ് കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് അൽ ഐൻ ഒയാസിസ് എന്നടിച്ച് ഈ ലൊക്കേഷനിൽ വന്ന് തോട്ടം നിങ്ങൾ കാണുവിൻ, ആസ്വദിക്കുവിൻ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അള്ളാഹ് ഇങ്ങനെ UAE-യിലുള്ള വിവിധ ഭാഗങ്ങളിലെ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഈ ചാനലിൽ നമ്മൾ എത്തിച്ചു തരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അൽ ഐനിലെ സുഹൃത്തുക്കളെ സന്ദർശിച്ച് രാത്രി ഞങ്ങൾ വീട്ടിലേക്ക് ഉമ്മുൽ ഖുവൈനിലേക്ക് തിരിച്ചു. ഈ ഇവിടെ ഒരു ക്ലാസ് ഉണ്ട് അല്ലേ? വെള്ളം ഇടാണ്ടാവുക? വെള്ളതാ ഇതിന്റെ അടിയിൽ പാത്രം ഉണ്ടോ? ഇതിന് പാറ കൊടുക്കണം, പാറ എടുക്കാനായി വിശദീകരണം കിട്ടി, അന്യം കിട്ടി. കൊടുക്കലോ ഒരു വീഡിയോ. ഇതാണ് ഹാഫിൽ സിദ്ദീഖ് സഖാഫി അണ്ടോണ. ഇവിടെ അൽ ഐനിൽ ഇമാമായി ജോലി ചെയ്യുന്നു. ഇത് മറ്റൊന്ന് ഹാഫിൽ ഹാരിഫ് സഖാഫി കോട്ടക്കൽ, വലിയ ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. വിശാലമായ ഭക്ഷണമായിരുന്നു, നല്ല ഉഷാറായി. അതുപോലെ അടുത്തത് ഹാഫിൽ ബാദ്ഷാ സഖാഫി കരീറ്റിപ്പറമ്പ്. الكبير القطب الشهير الحبيب عبد الله بن علوي الحداد رضي الله عنهم بعلوي وصوله وفروعه بأن الله يعلي درجاتهم في الجنة. الفاتحة. أعوذ بالله من الشيطان الرجيم.